ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ലെറ്റർ റൈറ്റിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുമ്പം അത് രണ്ട് വിധത്തിലാണുള്ളത്. നിങ്ങളുടെ എക്സാമിന് രണ്ട് വിധത്തിൽ ചോദിക്കാവുന്നതാണ്. ഒന്ന് ഫോമൽ ലെറ്റർ റൈറ്റിങ്ങും ഒന്ന് ഇൻഫോമൽ ലെറ്റർ റൈറ്റിങ്ങും. ഫോമൽ ലെറ്റർ റൈറ്റിങ്ങിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനൊരു ഫോമൽ സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതിൻ്റെ ആ ഒരു സ്ട്രിക്റ്റ് റൂൾസിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നിങ്ങൾക്ക് വ്യതിചലിക്കാനാവുന്നതല്ല. കാരണം അത് ഒരു ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ എഴുതുന്ന ഒരു ലെറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്നിട്ട് കൺസൈസ് ആയിരിക്കണം അതിൻ്റെ മാറ്റർ. ആ ഒരു റൂൾസ് അനുസരിച്ച് മാത്രമേ അത് എഴുതാൻ പാടുകയുള്ളൂ. എന്നാൽ ഇൻഫോമൽ ലെറ്റർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫ്ലെക്സിബിളാണ്. അതിനൊരു സ്ട്രക്ചറുണ്ട്. അതിന് ഏത് ലെറ്ററായാലും അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് കുറച്ചുകൂടി എന്താണ്, ഫ്ലെക്സിബിളാണ്. നമുക്ക് നോക്കാം അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ് ഒരു ഇൻഫോമൽ ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട കാര്യങ്ങൾ. വാട്ട് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു റിമെമ്പർ വൈൽ റൈറ്റിംഗ് ആൻ ഇൻഫോമൽ ലെറ്റർ? ഓക്കെ, ഫസ്റ്റ് വൺ, അഡ്രസ്സ്. ആരുടെ അഡ്രസ്സാണ് എഴുതുന്നത്? ആരാണോ കത്തെഴുതുന്നത്, ദാറ്റ് ഈസ് സെൻറ്റേഴ്സ് അഡ്രസ്സ്. ആരാണോ കത്തെഴുതുന്നത് അവരുടെ അഡ്രസ്സ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എഴുതുകയാണെങ്കിൽ എൻ്റെ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. അത് എവിടെയായിരിക്കണം എഴുതേണ്ടത്? പേജിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടായിരിക്കണം. ആ അഡ്രസ്സ് അവിടെ എഴുതിയാൽ മാത്രമേ ആ ലെറ്റർ കിട്ടുന്ന ആൾക്ക് തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ ദ അഡ്രസ് ഓഫ് ദ സെൻഡർ ഷുഡ് ബി ദർ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ പേജ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ ആരുടെ അഡ്രസ്സാണ് എഴുതേണ്ടത്? ആരാണോ കത്തെഴുതുന്നത്, ദാറ്റ് ഈസ് ദ സെൻറ്റേഴ്സ് അഡ്രസ് ഷുഡ് ബി ദർ. സെക്കൻഡ് തിങ്, ഡേറ്റ്. നമ്മൾ ഏത് ദിവസമാണോ ലെറ്റർ എഴുതുന്നത് ആ ഡേറ്റാണ് നമ്മൾ രണ്ടാമതായിട്ട് എഴുതേണ്ടത്. മൂന്നാമതായിട്ട് സല്യൂട്ടേഷൻ ഓർ ഗ്രീറ്റിങ്സ്. അതായത് നമ്മൾ സംബോധന ചെയ്യുന്ന വിധം. നമ്മൾ ഫ്രണ്ടിനെ ആണെങ്കിൽ ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ ഡിയർ മീനു, അമ്മയ്ക്കാണെങ്കിൽ ഡിയർ മദർ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അല്ലെങ്കിൽ മൈ ബെസ്റ്റി, ഏത് വിധത്തിലാണോ നിങ്ങൾ അയാളെ സംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഗ്രീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ എഴുതുക. അതാണ് നമ്മൾ പറയുന്നത് സല്യൂട്ടേഷൻ ഓർ ഗ്രീറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് അയാളെ അഭിവാദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ സംബോധന ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ. പിന്നെ നമ്മുടെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് തുടങ്ങുകയാണ്. നമ്മൾ ആദ്യമായി നമ്മൾ ഇൻട്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ എന്താണ് എഴുതുക? നമ്മൾ എഴുതും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കും, അല്ലേ? നമ്മൾ കുറേ ദിവസമായി കത്തെഴുതിയിട്ട് നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? അങ്ങനെ നമ്മുടെ ഇൻട്രൊഡക്ടറി, നമ്മൾ എന്ത് കാര്യത്തിനാണ് ഈ കത്തെഴുതുന്നത്, അതിൻ്റെ ഒരു ചെറിയതായിട്ടൊരു വിവരണം അവിടെ നമ്മൾ എഴുതിയിരിക്കും, ഇൻട്രൊഡക്ടറി. പിന്നെ വരുന്നതാണ് ബോഡി. ബോഡിയിലാണ് നമ്മൾ മെയിൻ കണ്ടൻറ്റ് എഴുതുന്നത്. മെയിൻ കണ്ടൻറ്റ് നമ്മൾ ബോഡിയിൽ എഴുതിയിരിക്കും. ആ ബോഡി നിങ്ങൾക്ക് 1-2 പാരഗ്രാഫിൽ എഴുതാവുന്നതാണ്. നിങ്ങളുടെ കാര്യങ്ങൾ വളരെ ലെങ്തി ലെറ്റർ ആണെങ്കിൽ, നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നത് ഒരു ലെങ്തി ലെറ്റർ ആണെങ്കിൽ ബോഡി മേ ബി ഓഫ് 2 or 3 പാരഗ്രാഫ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് കൺക്ലൂഷൻ. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നുകൂടി നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കും. ഏത് കാര്യത്തിനാണോ നമ്മൾ കത്തയക്കുന്നത് അതൊന്നുകൂടി നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് അവരുടെ അന്വേഷണങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മളൊരു കോംപ്ലിമെൻ്ററി ക്ലോസ് വഴി നമ്മൾ കത്ത് അവസാനിപ്പിക്കുകയാണ്. കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബെസ്റ്റ് വിഷസ്, അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്ന് എഴുതുന്നത്, യുവേഴ്സ് ലവിങ്ലി, അങ്ങനെ എന്താണ് നിങ്ങൾ അല്ലെങ്കിൽ ചിയേഴ്സ്, നിങ്ങൾ എന്തൊരു കോംപ്ലിമെൻ്ററി ക്ലോസ് ആണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അതിന് താഴെയായിട്ട് ഇതൊക്കെ എഴുതുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ്. അത് ഓർമ്മിക്കണം, പേജിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലാണ് ഇതെല്ലാം എഴുതുന്നത്. നെയിം ആൻഡ് സിഗ്നേച്ചർ, നിങ്ങളുടെ പേരും സിഗ്നേച്ചറും എഴുതുക, സിഗ്നേച്ചർ ഇടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വിധത്തിലാണ് നമ്മൾ ഇൻഫോമൽ ലെറ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻഫോമൽ ലെറ്ററിൻ്റെ ആരംഭം എന്ന് പറയുന്നത്, ബിഗിനിങ് ഓഫ് ദി ഇൻഫോമൽ ലെറ്റർ ഇസ് ദ അഡ്രസ് ഓഫ് ദ സെൻറ്റർ, ദോസ് ഹു ആർ റൈറ്റിംഗ് ദ ലെറ്റർ. ആരാണോ കത്തെഴുതുന്നത്, ആരാണോ സെൻറ്റർ, അയാളുടെ അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സാണ് ആദ്യം നമ്മൾ എഴുതുക. അതിനുശേഷം ഡേറ്റ് എഴുതിയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സല്യൂട്ടേഷൻ ഓർ ഗ്രീറ്റിങ്സ്, നമ്മൾ എങ്ങനെയാണ് സംബോധന ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എഴുതും. ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ നമ്മൾ നിനക്ക് സുഖമെന്ന് തന്നെ വിശ്വസിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതില്ലേ മലയാളത്തിൽ, അതാണ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് എന്ന് പറയുന്നത്.
അതിൽ നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, ഏത് പേർപ്പസിന് വേണ്ടിയിട്ടാണ്, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ കത്ത് എഴുതിയതെന്നുള്ള ചെറിയൊരു ക്ലൂ നമ്മളതിൽ കൊടുത്തിരിക്കും. പിന്നെ വരുന്നത് മെയിൻ കണ്ടൻറ്റ്, അതിനെ നമ്മൾ ബോഡി എന്ന് പറയും. മെയിൻ കണ്ടൻറ്റ്, ആ ബോഡി മേ ബി ഓഫ് 2 or 3 പാരഗ്രാഫ്. അത് നിങ്ങൾക്ക് 1 or 2 പാരഗ്രാഫിൽ എഴുതാവുന്നതാണ്. അത് നിങ്ങളുടെ കത്തിൻ്റെ ലെങ്ത്തിനനുസരിച്ച്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയാനുണ്ടെങ്കിൽ അത് 1 or 2 പാരഗ്രാഫാക്കി എഴുതാവുന്നതാണ്. ഓക്കെ. പിന്നെ അവസാനം വരുന്നത് കൺക്ലൂഷനാണ്. ആ പാരഗ്രാഫിൽ നമ്മൾ പിന്നെയും ഒന്നുകൂടെ മെൻഷൻ ചെയ്തിരിക്കും എന്ത് കാര്യത്തിനാണ് നമ്മൾ ഈ കത്ത് എഴുതുന്നതെന്നുകൂടെ മെൻഷൻ ചെയ്ത് നമ്മൾ അവരുടെ അന്വേഷണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു പിന്നെ വരുന്നത് ഒരു കോംപ്ലിമെൻ്ററി ക്ലോസ് ആണ്. ഒരു ക്ലോസ് വഴി യുവേഴ്സ് ലവിങ്ലിന്നോ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്തെങ്കിലും ചിയേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതില്ല, അതാണ് കോംപ്ലിമെൻ്ററി ക്ലോസ് എന്ന് പറയുന്നത്. ആ ഒരു ക്ലോസ് വഴി നമ്മൾ ഈ കത്ത് ചുരുക്കുകയായിരിക്കും. പിന്നെ നമ്മളതിന് താഴെയായിട്ട് നമ്മുടെ പേരും സിഗ്നേച്ചറും എഴുതിയിരിക്കും. അപ്പോൾ നമ്മൾ എഴുതേണ്ട വിധം മനസ്സിലായെന്ന് തോന്നുന്നു. വളരെ സിമ്പിളാണ്. ഫോർമൽ ലെറ്റർ അല്ലെങ്കിൽ പേഴ്സണൽ ലെറ്റർ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ലെറ്റർ ഒക്കെ എന്ന് പറയും. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്യണം. ഫോർമാറ്റിനായിട്ടൊരു സ്പെസിഫിക് മാർക്ക് ഉണ്ടായിരിക്കും എക്സാമിന്. പിന്നെ നിങ്ങളുടെ കണ്ടൻറ്റിനൊരു മാർക്ക് ഉണ്ടായിരിക്കും. നിങ്ങളുടെ ലാംഗ്വേജ് യു ആർ യൂസിങ്, നിങ്ങളുടെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനൊരു മാർക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഒരു ലെറ്ററിൻ്റെ മാർക്ക് തരുന്നത്. അല്ലാതെ നിങ്ങൾ എഴുതുന്നതിന് എന്താണോ അതിൽ ഉള്ളത് ആ തീമിനും അല്ലെങ്കിൽ കണ്ടൻറ്റിന് മാത്രം മുഴുവൻ മാർക്കും കിട്ടില്ല. ഫോർമാറ്റിന് എന്ത് തന്നെയാലും മാർക്കുണ്ട്. അപ്പോൾ ഫോർമാറ്റ് നിങ്ങൾ ഓർമ്മ വയ്ക്കുക. ഫോർമാറ്റ് ഓർമ്മ വയ്ക്കാൻ വളരെ എളുപ്പമാണ്, അതൊരിക്കലും മറക്കരുത്. പിന്നെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് വളരെ കുറവ് മാർക്ക് മാത്രമേ കുറയ്ക്കുകയുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഫോർമാറ്റ് ശരിയായാൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. റൈറ്റ് എ ലെറ്റർ ടു യുവർ ഫ്രണ്ട് congratulating him or her on his or her success in class 10 exam. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് കത്തെഴുതണം. ഒരു ഫ്രണ്ട്ലി ലെറ്ററാണ്. ആ ഫ്രണ്ട് 10th എക്സാമിൽ നല്ല മാർക്കോടുകൂടി പാസ്സായതിൽ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതാനുള്ളത്. അപ്പം നോക്കൂ, ആദ്യം തന്നെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ അഡ്രസ്സ്. നിങ്ങളാണ് ലെറ്റർ എഴുതുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ അഡ്രസ്സ് എഴുതി. പ്രിയ വില്ലാസ്, B32, സ്ട്രീറ്റ് നമ്പർ 6, RK-പുരം, കാലിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ അഡ്രസ്സ് അല്ലേ. അപ്പോൾ ആ ഒരു അഡ്രസ്സ് എഴുതി കഴിഞ്ഞ് എങ്ങനെയാണ് ഒരു അഡ്രസ്സ് എഴുതേണ്ടത്, അഡ്രസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ ഡേറ്റ് എഴുതും. അത് കഴിഞ്ഞ് കുറച്ച് സ്പേസ് വിട്ടിട്ട് നമ്മൾ സല്യൂട്ടേഷൻ എഴുതാണ്. ഡിയർ മഞ്ജു, ഡിയർ ഫ്രണ്ട്, ഡിയർ മദർ, ഡിയർ ഫാദർ, ഡിയർ ബ്രദർ. ആ ഒരു വിധത്തിൽ നമ്മൾ സല്യൂട്ടേഷൻ സംബോധന ചെയ്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇൻട്രൊഡക്ഷൻ. My happiness knew no bounds when I got to know that you have topped our school and achieved your dream. അങ്ങനെ എഴുതിയില്ലേ നമ്മൾ. എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു ഞാനിത് കേട്ടപ്പോൾ. എന്ത് കേട്ടപ്പോൾ? നീ നമ്മുടെ സ്കൂളിൽ ഫസ്റ്റായി. അപ്പോൾ നിൻ്റെ ഒരു ഡ്രീമാണ് നീ നേടിയിരിക്കുന്നത്. അതറിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. I feel so pleased that I wish I were there to congratulate you personally. ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിന്നെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ, പേഴ്സണലി കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. The result has proved that hard work and determination bring good result. നോക്കൂ, സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണ്. ഇതെന്താണ് തെളിയിക്കുന്നത്? ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ഉണ്ടെങ്കിൽ അതൊരു ഗുഡ് റിസൾട്ട് കൊണ്ടുവരുമെന്നുള്ളതിന് തെളിവാണത് അല്ലേ. യു was so laborious, ഹാർഡ് വർക്കിംഗ് ആയിരുന്നു നീ, ആൻഡ് പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. നിനക്കത് കിട്ടണം എന്നുള്ളൊരു പാഷൻ നിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഐ നോ യു വർ എ ലിറ്റിൽ ബിറ്റ് നെർവസ് ടു, ബട്ട് ഐ വാസ് ഓൾവേസ് വെരി കോൺഫിഡൻറ്റ് ദാറ്റ് യു വുഡ് കം ഔട്ട് വിത്ത് ഫ്ലൈയിങ് കളേഴ്സ്. നീ സക്സസ് ചെയ്യും, നീ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നിനക്ക് കുറച്ച് പേടിയും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നിൻ്റെ മുകളിൽ കോൺഫിഡൻസ് ആയിരുന്നു. നീ നല്ല മാർക്കോടുകൂടി വിജയിക്കുമെന്നുള്ളത്. ഇനി നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ഹോപ്പ് ടു സീ യു സൂൺ. നിന്നെ ഉടനെ തന്നെ കാണാമെന്ന് ആഗ്രഹിക്കുന്നു. പ്ലീസ് ബി എൻകറേജ്ഡ് ആൻഡ് കണ്ടിന്യൂ യുവർ ഹാർഡ് വർക്ക്. യുവർ ഫ്യൂച്ചർ ഇസ് വെരി ബ്രൈറ്റ്. യു ആർ റിയലി എ മോട്ടിവേഷൻ ടു അതേഴ്സ്. മൈ പാരൻസ് ആൻഡ് സിസ്റ്റർ ഹാവ് സെൻഡ് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ഹാർട്ടിയസ്റ്റ് കൺഗ്രാജുലേഷൻ. ലാസ്റ്റ് നമ്മൾ എങ്ങനെ ഫ്രണ്ട്ലി ലെറ്ററൊക്കെ എഴുതുമ്പോൾ ഈ ഒരു സെൻറ്റൻസ് എഴുതുന്നത് നല്ലതാണ്. എൻ്റെ പാരൻസും നിന്നെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്ന് അതൊക്കെ പറയില്ല, അത് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് നല്ലതാണ്. മൈ പാരൻസ് ആൻഡ് സിസ്റ്റർ ഹാവ് സെൻഡ് ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ഹാർട്ടിയസ്റ്റ് കൺഗ്രാജുലേഷൻ. നിൻ്റെ വിജയത്തിൽ അവർ സന്തോഷിക്കുന്നു.
അവർ കൺഗ്രാജുലേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനമായി നമ്മൾ കൺക്ലൂഷനാണ്, ക്ലോസിങ് നോട്ടാണ്, അതായത് ബെസ്റ്റ് വിഷസ് അങ്ങനെ നമ്മൾ എഴുതുന്നത്. യുവേഴ്സ് ലവിങ്ലി, യുവേഴ്സ് ഫ്രണ്ട്ലി, ബെസ്റ്റ് വിഷസ്, ചിയേഴ്സ് ഇതൊക്കെ നമുക്ക് എഴുതാവുന്നതാണ്. യുവേഴ്സ് ലവിങ്ലി പ്രിയ. ഓക്കെ, യുവേഴ്സ് ലവിങ്ലി പ്രിയ. ആരാണോ എഴുതുന്നത് അവരുടെ പേരാണ് എഴുതേണ്ടത്. ഞാനിവിടെ ഒരു പേര് കൊടുത്തതാണ് പ്രിയ എന്ന്. ഓക്കെ, അപ്പം നമ്മളൊരു ലെറ്റർ റൈറ്റിങ്ങിൽ എന്താണ് വേറൊരു കാര്യമുണ്ടെങ്കിൽ, നിങ്ങൾ ഒരുപാട് ലെറ്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ബുക്സിൽ നിന്നോ അല്ലെങ്കിൽ ഗൈഡ് അങ്ങനത്തെ ബുക്കുകളിലൊക്കെ ഒരുപാട് ലെറ്റർ റൈറ്റിങ്ങിൻ്റെ എക്സാമ്പിൾ ഉണ്ടാവും. അല്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾ എടുത്തിട്ട് അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ആ ഒരു എക്സാമ്പിൾ ഓരോ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞ് നിങ്ങൾ എഴുതി ശീലിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു ക്വസ്റ്റ്യൻ ഏത് വിധത്തിൽ വന്നാലും അപ്പോൾ നിങ്ങൾക്ക് എഴുതാൻ കഴിക്കും. കാരണം ഫോർമാറ്റ് ഒന്ന് തന്നെയാണ്. പിന്നെ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ആ ലാംഗ്വേജ് ആണ്, യൂസ് ഓഫ് ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത്. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് subscribe to this channel and also share it with your friends, and don't forget to press the bell icon so that you will get further videos without fail. Okay, when you do the subscription, please press the bell icon also. Thank you for watching.